പുതിയ വിഷയവുമായി വരികയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം കൊലപാതക രാഷ്ട്രീയം കണ്ട് ഭയക്കുന്ന കേരളം എങ്ങോട്ട്. അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇത് കണ്ട് നമ്മളുടെ കേരള ജനത ഭയന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നേരം പുലരുമ്പോൾ നിരവധി കൊലപാതകങ്ങളുടെ പരമ്പര തന്നെയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് വിട്ടിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഇതിന് അടിസ്ഥാനപരമായി ഒരു ഉദാഹരണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അണികൾ കൊലപാതകങ്ങൾ ചെയ്യുന്നത് നേതൃത്വങ്ങളുടെ ശക്തിയിലാണ്, നേതൃത്വങ്ങളുടെ ബലത്തിലാണ് അണികൾ കൊലപാതകങ്ങൾ ചെയ്യുന്നത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ പറച്ചിൽ മാത്രം പോരാ. നമ്മുടെ ജുഡീഷ്യറിക്ക് വളരെ കാര്യമായിട്ട് തന്നെ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു നിയമം ശക്തമായി കൊണ്ടുവരുവാൻ സാധിക്കും. പല പ്രാവശ്യവും ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ പല വിഷയങ്ങളിൽ ഗൗരവകരമായിട്ടുള്ള പല വാക്കുകളും പറയാറുണ്ട്, പല നിർദ്ദേശങ്ങളും കൊടുക്കുവാറുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേരള ജനത മാത്രമല്ല അധികാരത്തിലിരിക്കുന്ന ജനപ്രതിനിധികളും വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഹൈക്കോടതിക്ക് ഹൈക്കോടതിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുവാൻ കഴിയും. പക്ഷേ കൊലപാതകങ്ങൾ ഇല്ലാതെ ആക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും ഈ ഭരണാധികാരികൾ? ജനങ്ങൾ എന്ത് ചെയ്യണം? ഇതിനൊരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. ആദിവാസിയായ മധുവിന്റെ പീഡനം കേരളത്തിലെ ജനങ്ങൾ വളരെ ലജ്ജയോടുകൂടിയാണ് കാണുന്നത്. നാണക്കേടിന്റെ കൂത്തരങ്ങെന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക്. ഒരു ചെറുപ്പക്കാരന്, 27 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് പരസ്യമായി ആ ചെറുപ്പക്കാരൻ ഉടുത്തിരുന്ന മുണ്ട് ഉലിഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കൈയും കാലും കെട്ടി വളരെ മൃഗീയമായി തല്ലിക്കൊന്നു. ഈ സാഹചര്യം നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിലിരിക്കുന്ന ഏതൊരു അധികാരിക്കും അഭിമാനിക്കുവാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ ഏത് നീതിപീഠത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരിക്കും വളരെ ഗൗരവത്തോടുകൂടി ഈ പ്രശ്നങ്ങളെ കാണുവാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാനും സാധിക്കും എന്ന് തന്നെയാണ് നീതി തേടി എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ മാന്യ പ്രേക്ഷകർ മുമ്പാകെ വയ്ക്കുന്ന വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മുൻപിൽ ഇന്നെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ഷിബു ചെറിയാൻ അവർകള്, അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയത്തിൽ ആധികാരികമായി തന്നെ സംസാരിക്കും. അതുപോലെ തന്നെ AK പുതുശ്ശേരി, സാഹിത്യകാരനായ AK പുതുശ്ശേരി, ഫാദർ ജോജി മാത്യു, റോസ്ലി ജോസ് കോയിക്കര, ഷൈനി ജോസ് മടയിക്കൽ, മാധ്യമ പ്രവർത്തകനായ ജോഷി ജോർ, ഇത്രയും പേർക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് ഫാദറോട് ചോദിക്കാം, എന്താണ് ഈ കൊലപാതക രാഷ്ട്രീയം ഇങ്ങനെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്? അച്ഛനെ ആത്മീയ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ പല നിലയിലുള്ള സംഘടനകളുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഇരിക്കുന്ന അച്ഛൻ എന്തുവാണ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത്? കേരളത്തിലെ ഈ കൊലപാതക രാഷ്ട്രീയം, സത്യം പറഞ്ഞ വാക്ക് തന്നെ അർത്ഥശൂന്യമാണ്. രാഷ്ട്രീയം കൊലപാതകമല്ല ഒരിക്കലും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത് കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
ഒരു കാലത്ത് കെട്ടടങ്ങിയിരുന്ന കൊലപാതക രാഷ്ട്രീയ രീതി വീണ്ടും വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആശയങ്ങളുടെ സമരം നടക്കുന്ന ഒരു സ്ഥലമാണത്. കമ്മ്യൂണിസ്റ്റ് ഒരു കാലത്ത് വലിയൊരു ആദർശമായിട്ട് വന്നിരുന്നു. അതിനേക്കാളൊക്കെ ഒത്തിരി മുമ്പ് ഗാന്ധിസം ആദർശമായിട്ട് വന്നിരുന്നു. പക്ഷേ ലിബറലിസത്തിന്റെ തള്ളിക്കയറ്റ നിയോ ലിബറൽ പോളിസികൾ ഇംഗ്ലണ്ടിലെ മാർഗരറ്റ് താച്ചറുടെ നേതൃത്വത്തിലും അമേരിക്കയിലെ റൊണാൾഡ് റീഗന്റെ നേതൃത്വത്തിലും ഈ നവ ലിബറൽ ആശയങ്ങൾ മുമ്പിലേക്ക് വരാൻ തുടങ്ങി. ഈ ആശയങ്ങളുടെ തള്ളിക്കയറ്റുന്നതിന്റെ ഒപ്പം തന്നെയാണ് കമ്മ്യൂണിസത്തിന്റെ തകർച്ച റഷ്യയിലും മറ്റു സ്ഥലത്തും വന്നത്. തുടർന്ന് അതിന്റെ അടിവേരുകൾ കേരളത്തിലെത്തി. രാഷ്ട്രീയത്തിൽ നിന്ന് ആദർശം എന്നുള്ളത് പതുക്കെ ഇല്ലാതായി. കോൺഗ്രസിൽ ഗാന്ധിസം ഇല്ലാണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ കമ്മ്യൂണിസത്തോട് താല്പര്യം പോലും ഇല്ലാതായി. ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് ആദർശത്തിന്റെ സംഘർഷമൊന്നും കാണുന്നില്ല. ആദർശപരമായിട്ട് മത്സരിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും സാധിക്കുന്നില്ല. അഴിമതി വിരുദ്ധം എന്ന് പറയാവുന്ന ഒരു ചെറിയ കാര്യം പോലും ഈ പാർട്ടികൾ ഒന്നിനെ സംബന്ധിച്ച് വിശ്വസിക്കാവുന്നതില്ല. അപ്പോ ഒരു ആദർശ സമരം പരാജയപ്പെടുമ്പോൾ, ആദർശമൊന്നും പറയാനില്ലാതെ വരുമ്പോൾ പിന്നെ കൈക്കരത്തിലാണ് മത്സരം ഇരിക്കുന്നത്. ഈ ആദർശം പരാജയപ്പെട്ട രാഷ്ട്രീയത്തിന്റെ, ഒന്നുകൂടി പറയുന്നത്, പരാജയപ്പെട്ട രാഷ്ട്രീയത്തിന്റെ ഉൽപ്പന്നമാണ് ഈ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവിടെ വടക്കൻ കേരളത്തിൽ ചെന്നാൽ, കണ്ണൂർ പ്രദേശങ്ങളിൽ ചെന്നാൽ BJPക്ക് എന്ത് രാഷ്ട്രീയം പറയാനുള്ളത്? അവര് പറയുന്ന ആദർശങ്ങൾ ഒന്നുമല്ല അവർ പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏത് മനുഷ്യർക്ക് പറയാം. സോഷ്യലിസവും കമ്മ്യൂണിസവും വരുത്താൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അവരുടെ പ്രവർത്തനം നമുക്കറിയാം. ഇതൊന്നുമല്ല അവരുടെ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ കയ്യിലുള്ള അണികളെ വെച്ചുകൊണ്ട് ശക്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അണികളെ നിലനിർത്തുക, ആൾക്കാരെ നിലനിർത്തുക, ശക്തി കാണിക്കുക എന്നുള്ളതാണ്. സത്യത്തില് എനിക്ക് തോന്നുന്നത് ഗാന്ധിസത്തിന്റെയും നല്ല മാർക്സിസത്തിന്റെയും ഒക്കെ ആ കാലഘട്ടത്തിലെ ആദർശ കാലഘട്ടത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ വളർത്തുക എന്നുള്ളതാണ് ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ വയ്യ. ഒന്നുകൂടി പറഞ്ഞു, കൊലപാതക രാഷ്ട്രീയം എന്നൊരു വാക്കില്ല. രാഷ്ട്രീയം അവസാനിക്കുമ്പോൾ വരുന്ന ആപത്തിനെയാണ് നമ്മൾ കൊലപാതക രാഷ്ട്രീയം വിളിക്കുന്നത്. ആ ആദർശ ലോകത്തേക്ക് തിരിച്ചു പോകുന്നതാണ് മാർഗം. ബോധവൽക്കരണം ഒരു ചെറിയ വാക്കായിട്ട് എടുക്കണ്ട. സത്യം പറയാൻ ഇപ്പോഴത്തെ ഉള്ള ഈ ചെറിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊന്നും ആദർശമായിട്ട് മുന്നിലേക്ക് വരുന്നില്ല. സമരം ചെയ്യാൻ പറയുമ്പോൾ സമരം ചെയ്യുന്നു, അടിയുണ്ടാക്കാൻ പറഞ്ഞാൽ അടിയുണ്ടാക്കുന്നു. പക്ഷെ അവരെന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന് പോലും കുട്ടികൾക്കറിയില്ല. അവരുടെ പാർട്ടിയുടെ പരിപാടികൾ എന്താ, അവരെന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്? ഇപ്പോൾ കോളേജിൽ സമരം ചെയ്തത് കൊച്ചിനോട് ചോദിച്ചു നോക്ക്. എൻ്റെ മോളെ കോളേജിൽ പിടിക്കുക, ഒരു ദിവസം ഒരു മോളെ ഇന്നത്തെ ക്ലാസ്സില്ലേ, ഇന്ന് ക്ലാസ്സില്ല, സമര എന്താ സമരം? സമരം കഴിഞ്ഞ ആള് വരുന്നത്, സമരം കഴിഞ്ഞാ വരുന്നത്. പക്ഷെ എന്തിനാ സമരം എന്നറിയില്ല. അപ്പോ ചെറുപ്പം മുതലേ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് തന്നെ ഒരു ആദർശത്തിന് വേണ്ടി ഒരു ആദർശ ധീരത കുട്ടികൾ വളർത്തിയെടുക്കണം. നമ്മള് ഒരു വെറും അവബോധം കൊടുക്കുന്നതിനപ്പുറത്ത് രൂപീകരണം എന്ന് തന്നെ ഞാൻ ആ പ്രക്രിയ വിളിക്കും. ഈ നമ്മള് കുട്ടികളിപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് തിരിച്ച് വരും എന്നുള്ള വരുമ്പോൾ ഈ വരുന്നത് വരെ മാതാപിതാക്കളുടെ മനസ്സിലൊരു ഭയപ്പാട്, ഇവര് പോയിരിക്കുകയാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുട്ടികൾ തിരിച്ചു വരുന്നത് വരെ മാതാപിതാക്കന്മാരുടെ മനസ്സിൽ ഒരു ഭയമില്ലേ? തീർച്ചയായിട്ടും. കാരണം അവിടെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ എനിക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ, ജനപ്രതിനിധികളെ, പാർട്ടി പ്രതിനിധികളെ, അവരുടെ ആദർശങ്ങൾ ബഹുമാനിക്കാൻ എനിക്ക് സാധിക്കണം. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ക്രിസ്ത്യൻ പുരോഹിതനാണ്. ക്രിസ്ത്യൻ പുരോഹിതനായതുകൊണ്ട് ബുദ്ധമത ആദർശങ്ങളെ ഞാൻ സ്വാഭാവികമായിട്ട് ബഹുമാനിക്കും. കാരണം ആദർശങ്ങൾ അവർക്കുണ്ട്. ജൈനമതത്തിന്റെ ആദർശങ്ങൾ ഞാൻ ഒത്തിരി ആകർഷണയാണ് ഞാനത്. കാരണം എനിക്ക് ഒരു ആദർശം, ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്.
പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു സമൂഹത്തിലോ ഇല്ലാത്തൊരു കൂട്ടത്തിലോ സമൂഹം എന്ന് അവരെ പോലും വിളിക്കാൻ കഴിയില്ല. അവര് വളർത്തിയെടുക്കുന്നത് മത്സരമല്ല, ആദർശ സമരമല്ല, ഈ കായിക ശേഷി ഉപയോഗിച്ചുള്ള സമരമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മക്കളെ കോളേജിൽ അയക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭീതി എന്ന് പറയുന്നത് കോളേജിൽ ചെന്നാൽ ഇവർ എന്ത് ആപത്തിലേക്ക് ചെന്ന് ചാടുമെന്നുള്ളതായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല കോളേജില്, കായിക ശക്തി പ്രകടനം മാത്രമേ ഉള്ളൂ. ആദർശ സമരങ്ങളില്ല, ഐഡിയോളജിക്കൽ സ്ട്രഗിൾസ് ഇല്ല, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളൊരു സെൻസ് പോലും ഇല്ലാതെ കായിക മത്സരത്തിന്റെ പേരിൽ, ശക്തിയുടെ പേരില് പുറമേ നിന്ന് ഗുണ്ടകളെ കൊണ്ടുവന്ന് പോലും സമരം നടത്തുന്ന, കായികമായി നേരിടുന്ന ഒരു ഗുണ്ടായിസം. ഇത് വളരെ വളരെ ഗൗരവത്തോടെ ഈ രാഷ്ട്രീയ കേരളം കാണേണ്ടതാണ്. നമ്മുടെ മക്കളൊക്കെ കോളേജിൽ പോയാൽ സുരക്ഷിതമായിട്ട് തിരിച്ചു വരണം. ആസിഡ് ഒഴിച്ചും ഇരുമ്പ് ഒടിക്ക് തല്ലിയും ഗുണ്ടകളെ കൊണ്ട് ആക്രമിച്ചും ഒക്കെ ഇലക്ഷൻ ചെയ്യിക്കുകയും പാർട്ടി വളർത്തുകയൊക്കെ ചെയ്യുന്നത് കേരളത്തിന്റെ സംസ്കാരത്തിനോ ലോകത്തിലെ ഒരു മനുഷ്യ സമൂഹത്തിലെ സംസ്കാരത്തിനോ പോലും യോജിച്ചൊരു കാര്യമില്ല. അപ്പൊ വീണ്ടും അച്ഛനിലേക്ക് തിരിച്ചു വരാം. ബെത്സാന മാഗസിൻ, നമ്മുടെ മനസ്സ് ഇതിലേക്ക് ശ്രദ്ധിച്ചാൽ, ഒന്ന് കണ്ണോടിച്ചാൽ, ഇതില് നമ്മളുടെ ആദിവാസി ആയി കൊല ചെയ്യപ്പെട്ട മധുവിന്റെ ഒരു ചിത്രം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ വിശദമായി തന്നെ ജോഷി ജോർജ് എഴുതിയിട്ടുണ്ട്. ജോഷി ജോർജിനോട് ചോദിക്കുവാൻ നമുക്ക് സമയമായി. പ്രശസ്ത സാഹിത്യകാരനായ പുതുശ്ശേരി സാറിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പ്രശസ്ത സാഹിത്യകാരനും അതുപോലെ മാധ്യമപ്രവർത്തകനുമായ ജോഷി ജോർജിനോട് ചോദിക്കും, എന്താണ് ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം? കൊലപാതക രാഷ്ട്രീയം സുഭാഷൻ പറഞ്ഞത് വളരെ ശരിയാണ്. കുറെ ആളുകളെ അവരെ എന്ത് വില കൊടുത്തും തീറ്റി പോറ്റുന്ന, ഇറച്ചിക്കോഴി പോലെ വളർത്തുന്ന, അവർക്ക് അവരുടേതായ ഐഡിയോളജിയിൽ അവർ കുട്ടികളായതുകൊണ്ട് ഈ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ആകർഷണീയമായ രീതിയിൽ മയക്കുമരുന്നിന് അടിമകളെ പോലെ രാഷ്ട്രീയ മയക്കുമരുന്നിന് അടിമകളാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ പഴയ കാലത്തെ പോലെ സദാചാര കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അത്തരത്തിലുള്ളൊരു പഠനം ഇപ്പോൾ ഒരു സ്ഥലത്തും നടക്കുന്നില്ല. കഷ്ടകാലം എന്ന് പറയട്ടെ, ഇത് പഠിപ്പിക്കേണ്ട മത ആരാധനശാലകൾ, അത് ഏത് വിഭാഗത്തിൻ്റെ ആയിക്കോട്ടെ, ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ആവട്ടെ, ഹിന്ദു വിഭാഗത്തിൻ്റെ ആവട്ടെ, മുസ്ലിം വിഭാഗത്തിൻ്റെ ആവട്ടെ, അവിടെയെല്ലാം പോലും നേരായ മാർഗത്തിൽ ശരിയായ രീതിയിലുള്ള പോസിറ്റീവ് ശുഭചിന്തകൾ അടങ്ങുന്ന സംഗതികളല്ല പഠിപ്പിക്കുന്നത്. അതും പ്രസ്ഥാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റൊരർത്ഥത്തിൽ ഒരു സംഘത്തെ രൂപീകരിക്കുക. ഇതിന് അടിസ്ഥാനപരമായ മാറ്റം വരണമെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുകയും അവൻ്റെ ഭാവന വിടുകയും സമജീവികളോട് അവർ മനുഷ്യരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മഹിമ ഉണ്ടായാൽ മാത്രമേ ഇത്തരം കൊലപാതകങ്ങൾ അവസാനിക്കാൻ പോകുന്നു. ഇപ്പോൾ ക്രമാതീതമായി ഈ ഭീകര സംഘങ്ങൾ അല്ലെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ വളർന്നു വരുമ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നവർ പോലും ആ ആദർശത്തോട് യോജിപ്പുണ്ടായതുകൊണ്ടല്ല, നിലനിൽപ്പിന് വേണ്ടി അവർ ഇതിനോട് സറണ്ടറായി പോകേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അതും മാറേണ്ടിയിരിക്കുന്നു. ഈ കുറച്ചു കാലത്തെ ജീവിതം, ഒരു 10-30,000 ദിവസമാണ് ഭൂമിയിൽ ശരാശരി ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ഈ 30,000 ദിവസത്തിൽ ഈ ഒരു യുവാവൊക്കെ ആയി കഴിയുമ്പോഴേക്കും പകുതി തീർന്നു. പിന്നെ എത്ര ദിവസമുണ്ട്? അതിനെന്തിനാണ് ഈ അസമാധാനം വാരി വിതറിക്കൊണ്ട് ഈ ഭൂമിയിൽ ഇത്രമാത്രം മനോഹരമായ ഒരു ഭൂമിയെ ഇത്രമാത്രം മ്ലേച്ഛമാക്കി മാറ്റിക്കൊണ്ട് ചോരയുടെ മണം തെറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത്? സത്യത്തിൽ ഭീരുക്കളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ് എൻ്റെ പക്ഷം. ഈ മധുവിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു മനോബലമില്ലാത്ത മനുഷ്യന് നേരെ ആക്രോശിച്ചടുക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ നിൽപ്പ് കണ്ടാൽ എനിക്ക് പെട്ടെന്ന് ഒരു ക്രിസ്തുവിനെ ദർശിക്കുന്നത് പോലെ തോന്നുന്നു. ഇത് എന്തിനാണ് നമ്മുടെ മനസ്സ് കാൽവരി കുരിശിലേക്ക് നമുക്ക് മനസ്സ് പോകും. കാരണം അവിടെ ക്രൂശിക്കപ്പെട്ട ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് പെട്ടെന്ന് ക്രിസ്തുദേവന്റെ അതേ ഭാവത്തിലാണ് എന്തിനാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നതെന്ന് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു മനോബലമില്ലാത്ത ഒരു മനുഷ്യനെ അയാളുടെ നേരെ കൈ ഓങ്ങിയപ്പോൾ അത് അരുത്, അല്ലെങ്കിൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയാനായിട്ട് അവിടെ ഒരു മനുഷ്യനും ഉണ്ടായില്ലായിരുന്നു. പിലാത്തോസിന്റെ മുമ്പില് യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നപ്പോൾ
ഉണ്ടായിരുന്ന അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു മനുഷ്യൻ പോലും അത് അരുതാണെന്ന് പറയാനായിട്ട് ആ സമൂഹത്തിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ സമൂഹം പോകുന്ന അല്ലെങ്കിൽ സമൂഹം എത്തി നിൽക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം 14-ാം നൂറ്റാണ്ടിൽ ഈ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നത് വിശന്ന് വലഞ്ഞ സിംഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുക. അപ്പൊ അത് കാണുന്നതിന് വേണ്ടി അവിടുത്തെ പ്രഭുക്കളും പ്രഭുമാരും മുൻനിരയിൽ ഇരിപ്പിടം തേടി അത് ആ കടിച്ചു പറിച്ച് തിന്നുന്നത് കാണുന്ന ആവേശത്തോട് ആ ക്രൂരത കാണുന്നതിന് വേണ്ടി 14-ാം നൂറ്റാണ്ട്. അപ്പൊ ആ 14-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടായിട്ടും മനുഷ്യന്റെ മനസ്സിൽ യാതൊരു സംസ്കാരവും ഉണ്ടായിട്ടില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. 2-3 വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂർ ഇതുപോലെ തന്നെ ദാരുണമായ ഒരു പോക്കറ്റ് അടിച്ചു. പോക്കറ്റ് അടിച്ചതെങ്കിലും അത് ചെയ്ത് നല്ലതാണെന്നല്ല പറയുന്നത്. അത് ശിക്ഷിക്കാൻ അധികാരപ്പെട്ടവരുടെ കയ്യിലേക്ക് കൊടുക്കുകയല്ലേ, അല്ലാതെ പോലീസിന്റെ ഡ്യൂട്ടി നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നു. അല്ല, ആ കുറ്റം ചെയ്തവനാണ് ശിക്ഷിക്കപ്പെടണം. പോക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ തന്നെ ദാരുണമായി ഇതുപോലെ തന്നെ തല്ലിക്കൊല്ലുക. അപ്പൊ ഈ തല്ലിക്കൊല്ലുന്ന ഒരു സമൂഹം അതൊരു ഹരമായി മാറിക്കൊള്ളു. എനിക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ കേൾപ്പില്ല. ഒരു സംഘം ചേർന്നാൽ ഏതൊരു ഭീകരനാണെങ്കിലും ഒരു സംഘം ചേർന്ന് ആക്രമിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? എന്തും ചെയ്യാം. അത് നമ്മുടെ വളർച്ചയോ അഹങ്കാരമോ അല്ലെങ്കിൽ കഴിവോ ഒക്കെ ആയിട്ട് തെറ്റായി ചിത്രീകരിക്കും. ഇതാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ റോൾ മോഡലായി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. നിയമം ആർക്കും കയ്യിലെടുക്കുവാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം. കാരണം ശരീരത്തിന് നോക്കുമ്പോൾ അവൻ ആയുധം കയ്യിലെടുക്കും. സംഘർഷങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അപ്പൊ ഇതിന് നമുക്കൊരു പരിഹാരം കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും താങ്കളിലേക്ക് വരാം. നമുക്ക് അടുത്തതായിട്ട് ചോദിക്കാം. നമ്മുടെ ഈ ബെർസാറ മാഗസിന്റെ എഡിറ്ററായിട്ടുള്ള ജോജി മാത്യു അച്ഛൻ, എന്താണ് ഈ ഇന്നത്തെ നമ്മളുടെ ഈ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് പറയുവാനുള്ളത്? എങ്ങനെ ഇതിന് പരിഹാരം ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും? എങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും? ഇങ്ങനെയുള്ള സംഭവങ്ങൾ, മധു കൊല്ലപ്പെട്ടു, ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഈ അടുത്തിടയ്ക്ക് ഇന്ന് ധാരാളം കൊലപാതകങ്ങളെ കുറിച്ച്, മധു മാത്രമല്ല ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ ധാരാളം ആളുകളെ കുറിച്ച് നമ്മൾ സ്ഥിരമായിട്ട്, ഇപ്പോൾ ആദ്യം രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നും ഈ സംഭവങ്ങളെ കുറിച്ചൊന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ സമൂഹത്തിൻ്റെ സ്വഭാവം ഏത് തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്കാണ് ഈ സമൂഹം പോകുന്നത്. ഒരു ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് എല്ലാവരും കൂടി ചേർന്ന് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെയും നീതിയുടെയും ഒക്കെ അവസാനമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുണ്ട്. ഒരു മനുഷ്യന് ഈ ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യം, ഇവിടെ ജീവിക്കുവാനായിട്ടുള്ള അവകാശവും അധികാരവും എല്ലാം ഉള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയെ കുറേ മനുഷ്യർ ചേർന്ന് കെട്ടിയിട്ട് അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ജീവിക്കാനുള്ളൊരു അവകാശം അത് നിഷേധിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ അയാളെ അർഹിക്കുന്ന സ്നേഹം അയാൾക്ക് ലഭിക്കുന്നുമില്ല. അപ്പം അത്തരത്തിൽ ഈ സമൂഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അച്ഛനും ജോഷി സാറും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ മൂല്യത സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഉള്ളത് കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ തന്നെ മനുഷ്യരത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുവാനായിട്ടുള്ള, ഇതിനൊഴിവാക്കാനായിട്ടുള്ള കാരണങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്നേഹമുള്ള മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവം വീണ്ടെടുക്കുക, നീതിയുടെ സ്വഭാവം വീണ്ടെടുക്കുക, അതൊക്കെയാണ് ചെയ്യാനായിട്ടുള്ളത്. അത് സ്നേഹവും നീതിയും നടപ്പാക്കുന്നത് ഗവൺമെൻറ്റോ നീതിന്യായ വ്യവസ്ഥകളോ മാത്രമല്ല, സമൂഹം, മതം,
പിന്നെ സാംസ്കാരികമായ നേതൃത്വം വഹിക്കുന്നവർ, അങ്ങനെ സാംസ്കാരിക നായകന്മാർ, ഇവരെല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന ആ ഒരു സമൂഹത്തിൻ്റെ ഒരു സംവിധാനം. ആ സംവിധാനമാണ് പൂർണ്ണമായി ഈ തകർച്ച വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള സംഗതി. അത് മതപരമായിട്ടും പിന്നെ നീതി നിർവഹണം നടത്തുന്ന ആളുകൾ, പോലീസ്, പിന്നെ നീതിന്യായ വ്യവസ്ഥ, ഇത്തരത്തിലൊക്കെയും മാറ്റം വരേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള സംഗതികളുള്ളത്. അപ്പോൾ സമൂഹത്തിൽ മതപരമായിട്ട് മൂല്യബോധമുള്ളവരാക്കി എടുക്കുക മനുഷ്യരെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് മനുഷ്യരെ മൂല്യബോധമുള്ളവരാക്കി എടുക്കുക, അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതായ ആളുകളിൽ വരുന്നതായ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളതാണ് എൻ്റെ കാഴ്ച. അപ്പോഴും അച്ഛൻ പറഞ്ഞു വരുന്നത് ബോധവൽക്കരണത്തിന്റെ പാതയിലൂടെയാണ്. ബോധം ഇല്ലാത്ത ആളുകളോട് നമ്മൾ ബോധവൽക്കരണം നടത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചതുപോലെ നമ്മൾ ഇവിടെ നടക്കുന്ന ഈ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകളെ പോലീസ് പിടിക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നു, അവരെ നേരെ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കുന്നു. പക്ഷെ ശരിക്കും ശിക്ഷിക്കുകയാണോ അതോ രക്ഷിക്കുകയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം പണ്ട് കാലത്തൊക്കെ ഈ ഗോതമ്പിന്റെ ഉണ്ടയായിരുന്നു ഈ ജയിൽ പുള്ളികൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ ഒരു വീട്ടിൽ കയറി 10 പേര് വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ വഴിയിൽ നടന്നു പോകുന്ന ആളുകളെ വെട്ടിക്കൊന്നു, അങ്ങനെ പിന്നെ അതിക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മുടെ പോലീസൊക്കെ പിടിച്ച് കൊണ്ടുപോയി അവരെ കോടതിയിൽ ഹാജരാക്കുന്നു, കോടതി അവരെ റിമാൻഡ് ചെയ്യുന്നു. പക്ഷെ ഈ ആളുകളെ, കൊലപാതകികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കുകയാണോ ശിക്ഷിക്കുകയാണോ അത് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം വേണ്ട രീതിയിലുള്ള സുഖ സൗകര്യങ്ങൾ ജയിലിൽ ഇന്നത്തെ നിയമം അനുസരിച്ചുണ്ട്. അവർക്ക് ഒരു ദിവസം അവർക്ക് കൂലിയുണ്ട്, അതുപോലെ തന്നെ അവർക്ക് നല്ല സുഖമായ ഭക്ഷണമുണ്ട്, അവർക്ക് പുറം ലോകം കാണുന്നത് പോലെ തന്നെ മാധ്യമങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പത്രം വായിക്കാം, TV കാണാം, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കലാപരിപാടികൾ അവർക്ക് നടത്താം. അങ്ങനെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഇന്ന് ജയിലിലുള്ള ഒരു സാഹചര്യമാണ്, ഒരു നിയമമാണ്. പക്ഷെ ഇവിടെ ഈ ബോധവൽക്കരണം നമ്മൾ നടത്തുമ്പോൾ നിരവധി സംഘടനകളും ആളുകളും ഒക്കെ അനുദിനം ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുദിനം കൊലപാതകങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊല ചെയ്യുന്ന ആളുകൾക്ക്, കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടുന്നില്ലെന്നുള്ളതാണ്. കാരണം ഇവരെ ജയിലിൽ കൊണ്ടുപോയി ഇവരെ ഇട്ട് സംരക്ഷിക്കുകയാണ്, തീറ്റിപ്പോറ്റുകയാണ്. ഒന്നല്ലെങ്കിൽ ഇവരെ അതിക്രൂരമായി തന്നെ ഈ കൊലപാതകികളെ വധിക്കുവാനുള്ളൊരു ശിക്ഷ വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇവരെ ഒരിക്കലും പുറത്തുവിടാതെ ജയിലിനുള്ളിൽ തന്നെ അടക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഇപ്പൊ ഇവരെ കൊല ചെയ്യണം എന്ന് നമ്മൾ നിർബന്ധമായിട്ട് പറയുന്നില്ല. ഇപ്പൊ ഈ കൊലപാതകികളെ, കൊല ചെയ്തവരെ, ആ കുറ്റവാളികളെ അതിക്രൂരമായി വധിക്കണമെന്ന് നമുക്ക് മനസ്സിലുണ്ടെങ്കിലും ഇനി അങ്ങനെ ചെയ്യാൻ നമ്മുടെ നിയമത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ഒരിക്കലും പുറത്തേക്ക് വിടാത്ത രീതിയിൽ ജയിലിനുള്ളിൽ തന്നെ അടയ്ക്കേണ്ട ഒരു നിയമം നമ്മളുടെ ബഹുമാനപ്പെട്ട ജുഡീഷ്യറിക്ക് എടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പോൾ ഈ പിന്നെ ബോധവൽക്കരണം ഒരു ഭാഗത്തോട് നടക്കട്ടെ. വീണ്ടും അച്ഛനിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്: കൊലപാതകികളെ രക്ഷിക്കുന്ന സംവിധാനം, ഒരു നിയമം നമ്മൾക്ക് പാടില്ല. കാരണം പോലീസ് പിടിക്കുന്നത് ശരിയാണ്, പോലീസ് പിടിക്കുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവരെ ശിക്ഷിക്കണം. അതെങ്ങനെ ശിക്ഷിക്കുക? ഈ കുട്ടിയെ ഒരമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള പരിചരണങ്ങൾ, അതായത് മുല വീട്ടുന്നു, അതുപോലെ കുട്ടിയെ കുളിപ്പിക്കുന്നു, കുട്ടിയെ താരാട്ടുപാടി ഉറക്കുന്നു, അതിനാവശ്യമായ ഭക്ഷണങ്ങൾ കൊടുക്കുന്നു, വീട്ടിലുള്ള പലരും ആ കുട്ടിയെ കൈമാറി കൊഞ്ചിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു കൊല ചെയ്യുന്ന കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞാൽ മാണിക്കക്കല്ല് കിട്ടുന്നത് പോലെയാണ് ഈ ജയിലിലേക്ക് കൊണ്ട് അടക്കുന്നത്. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ അവന് ചെണ്ടമേളം നടത്താം, പമ്പമേളം നടത്താം, അതുപോലെ തന്നെ കളിക്കാം, ചിരിക്കാം, എല്ലാവിധ സുഖ സൗകര്യങ്ങളും. ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ചില പ്രശസ്തരായിട്ടുള്ള സിനിമാ താരങ്ങൾ ചെണ്ട മേടിച്ചു കൊടുക്കുക, പുല്ലാങ്കുഴൽ മേടിച്ചു കൊടുക്കുക, ഹാർമോണിയം മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെ സന്തോഷിപ്പിക്കുക. പിന്നെ ക്രിക്കറ്റ് താരങ്ങളാക്കുക, എന്നിട്ട് ലോക രാജ്യങ്ങൾ മുമ്പാകെ അവരെ കൊണ്ടുപോയി കളിപ്പിച്ച്
നമ്മൾ സന്തോഷിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന നിയമങ്ങൾ. അപ്പോൾ അതുകൊണ്ടിട്ട് വീണ്ടും നമുക്ക് അച്ഛനിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ചോദിക്കാം. 2 വനിതകൾ നമ്മളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഷൈനി ജോസിലേക്ക് തന്നെ വരാം. ഷൈനി ജോസ് മടയ്ക്കൽ നിരവധി സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്താണ് മേഡത്തിന് പറയുവാനുള്ളത് ഇന്നത്തെ നമ്മളുടെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് പറയുന്നത്? രാഷ്ട്രീയ കൊലപാതകത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്താൻ നേതാക്കന്മാര് അതിനുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് വിടുമ്പോൾ ആ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവർ അതിനപ്പുറം അവര് ശരിയായ പ്രതികൾ, അതായത് പോലീസിനെ സറണ്ടർ ചെയ്യാനുള്ള പ്രതികളെ, വ്യാജ പ്രതികളെ അവർ മുൻകൂട്ടി കണ്ടുവച്ചിട്ടാണ് അവർക്ക് ഓരോന്ന് ഓഫർ ചെയ്യും. അവരുടെ വീട്ടിലെ സംരക്ഷണങ്ങളൊക്കെ നേരത്തെ നേതാക്കന്മാർ ഓഫർ ചെയ്തിട്ടായിരിക്കും ഒരു വേറെ പ്രതികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ശരിക്കും ചെയ്തവരായിരിക്കില്ല ചിലപ്പോൾ ജയിലിനകത്ത് പോകുന്നത്. പിന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഞാൻ ഡെയിലി പേപ്പർ വായിക്കുന്ന ഒരു അറിവ് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. എൻ്റെ ചുരുങ്ങിയ അറിവ് കൊണ്ട് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യം, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കാര്യക്ഷമതയുള്ള, വളരെ ഏബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളത്. അവരെ സ്വതന്ത്രരായിട്ട് ഈ കേസ് അന്വേഷണത്തിന് വിടുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാനും പറ്റും, ശരിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും പറ്റും. പക്ഷേ രാഷ്ട്രീയക്കാർ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്തത് കൊണ്ടാണ് ഇവർ കഷ്ടപ്പെട്ട് ഒരു കേസിന് അതിന്റെ തുമ്പുണ്ടാക്കി യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കും എന്ന അവസ്ഥ വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാര്, ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും, നമുക്കിത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞത്. ഇവർ ഇന്റർഫിയർ ചെയ്ത് അവരുടെ കഴിവിനെ അങ്ങോട്ട് അടിച്ചമർത്തി കളയും. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവരോടൊക്കെ പേഴ്സണലായിട്ട് നിന്നൊന്ന് വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളൂ. അവര് തുറന്നു പറയും. കാരണം അവര് വെറും രാഷ്ട്രീയക്കാരുടെ കയ്യിലുള്ള പാവകളാണ്. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ട് എല്ലാ പോലീസുകാരും ചിലവരുണ്ടാവുമായിരിക്കും. പക്ഷെ ശരിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ നല്ല കാര്യക്ഷമതയുള്ള, കേസിൽ തുമ്പുണ്ടാക്കാൻ കഴിവുള്ള ഒരു ഇതാണ് നമ്മുടെ കേരള പോലീസ്. അതില് രാഷ്ട്രീയക്കാരെ ഇടപെട്ടിട്ടാണ് ഇതിനകത്ത് ഈ തിരിഞ്ഞു മറിഞ്ഞുള്ള വിധികൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. പിന്നെ ജയിലിൽ ഇവർക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും സുഭിക്ഷമായ ഭക്ഷണങ്ങളാണ്. ഇവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇവർക്കറിയാം. നേതാക്കന്മാർ നന്നായിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ ഇതിനെ ശരിക്കും പറഞ്ഞ വില്ലന്മാര് രാഷ്ട്രീയ നേതാക്കളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരിത്. പിന്നെ നമുക്ക് എങ്ങനെ ഒരു മാറ്റം വരുത്താമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തലമൂത്ത ആൾക്കാരെ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത്, ഇപ്പൊ ജോഷ് ചേട്ടനും ശുഭച്ചനും ഒക്കെ പറഞ്ഞ പോലെ, നമ്മുടെ കുട്ടികൾ സ്കൂൾ തലത്തിൽ തന്നെ അവർ കോളേജിൽ എത്തുന്നതിന് മുമ്പ്, അവിടേക്കാണ് രാഷ്ട്രീയത്തിന്റെ ഒരു ഇതൊക്കെ പിള്ളേർ ബാലപാഠങ്ങൾ പഠിച്ചു വരുന്നത്. അതിനു മുമ്പ് ഈ കുഞ്ഞുങ്ങളിൽ ഒരു എന്താ പറയാ, മനുഷ്യത്വപരമായി എങ്ങനെ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മാനുഷികമായി പരിഗണന മറ്റുള്ളവർക്ക് കൊടുത്ത് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളെ സ്കൂൾ തലത്തിൽ തന്നെ വാർത്തെടുക്കുവാൻ നമ്മുടെ സഭാ തലത്തിൽ ഇപ്പോൾ നമ്മുടെ സഭയുടെ സ്കൂളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ, മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് വിടുവാണെങ്കിൽ കുറച്ചും കൂടി കാര്യക്ഷമതയുള്ള കുഞ്ഞുങ്ങൾ കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക, കാര്യക്ഷമതയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അവരാണല്ലോ ഭാവി തലമുറ.